വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിലെ അമ്മത്തൊട്ടിൽ പ്രവർത്തിക്കാതെയായിട്ട് വർഷങ്ങളായി എന്നാണ് വയനാട്ടിൽ നിന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വരുന്നത്. ദീപക് മോഹൻ ഇപ്പോൾ അവിടെ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ദീപക് മോഹൻ, ഗുഡ് ഈവനിങ്. മറ്റിടങ്ങളിലെ അമ്മത്തൊട്ടിലിന്റെ പ്രവർത്തനം അത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അതിന്റെ സെൻസിങ്, റിമോട്ട് സെൻസർ അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ പ്രവർത്തിക്കാതെ കിടക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ കണ്ടത്. വയനാട്ടിൽ എന്താണ് അവസ്ഥ? അവിടെ അങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ട് പിന്നീട് ഉപയോഗിക്കാതെ പോയതാണോ? എന്താണ് അവിടെ സംഭവിച്ചത്? സുജയ പാർവതി, വെരി ഗുഡ് ഈവനിങ്. ഞാനിപ്പോൾ ഉള്ളത് വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ മുൻപ് പ്രവർത്തനം ഉണ്ടായിരുന്ന അമ്മത്തൊട്ടിലിന് സമീപമാണ്. നേരത്തെ സുജയ സൂചിപ്പിച്ചതുപോലെ ഈ സെൻസറോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. മുൻപ്, അതായത് ഏകദേശം ഒരു 4 വർഷങ്ങൾക്ക് മുൻപ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു അമ്മത്തൊട്ടിലിന്റെ കെട്ടിടമാണ് നമ്മൾ ഈ കാണുന്നത്. മാനന്തവാടി മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള ഈ കെട്ടിടത്തിൽ മുൻപ് ഇവിടെ അമ്മത്തൊട്ടിൽ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ നമ്മളിവിടെ എത്തിയ സമയത്ത് ഒരു ഇരുമ്പ് ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് വാതിലാക്കി മറച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് മുൻപ് അമ്മത്തൊട്ടിലിന്റെ ഒരു ബോർഡായിരുന്നു. ആ ബോർഡാണ് പകരം ഇവിടെ വെച്ച് മറച്ചിരിക്കുന്നത്. ഇവിടെ ഒരു അമ്മത്തൊട്ടിലിന്റെ ഒരു സംവിധാനങ്ങളോ അത്തരത്തിലുള്ള ഒരു സൗകര്യങ്ങളോ ഇല്ല. നവജാത ശിശുക്കളെ കൊണ്ടുവരാൻ തന്നെ, അല്ലെങ്കിൽ ഇവിടെ ഒരു തൊട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സംവിധാനങ്ങളൊന്നും തന്നെ നിലവിലില്ല. ഇവിടെയുള്ള സെക്യൂരിറ്റി ജീവനക്കാരോടും മറ്റും ആളുകളോടും നമ്മൾ അന്വേഷിച്ച സമയത്ത് 5 വർഷങ്ങൾക്ക് മുൻപ് വരെ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു അമ്മത്തൊട്ടിലായിരുന്നു. എന്നാൽ അതിനുശേഷം പല കാരണങ്ങളാൽ കൊണ്ട് തന്നെ ഈ അമ്മത്തൊട്ടിൽ ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. നിലവിൽ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഇവിടെയില്ല. സെൻസറോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സൗകര്യങ്ങളും ഇല്ലാതെയാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രി കോംപ്ലക്സിൽ തന്നെയാണ് ഈ അമ്മത്തൊട്ടിൽ കെട്ടിടമുള്ളത്. എന്നാൽ ഇതിന് തൊട്ട് പുറകിൽ തന്നെയായിട്ടാണ് കുട്ടികളുടെ വാർഡും അതോടൊപ്പം നവജാത ശിശുക്കളുടെ എല്ലാം വാർഡുമുള്ളത്. എന്നാൽ ഇവിടെ ഈ ഒരു അമ്മത്തൊട്ടിനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ നിലവിൽ ഇത്തരത്തിൽ അമ്മത്തൊട്ടിലിനുള്ള സംവിധാനങ്ങളോ അതോടൊപ്പം ഈ തൊട്ടിൽ പോലുള്ള സംവിധാനങ്ങളോ ഈ സെൻസറോ അങ്ങനെ ഒന്നും തന്നെ ഇവിടെ ഇല്ല എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണാം. ഉള്ളിൽ അകത്തേക്ക് കയറുന്ന വാതിലിനകത്ത് ഒരു തൊട്ടിലിന്റെ സംവിധാനം മുൻപുണ്ടായിരുന്നു. പക്ഷേ ഈ മുൻപുണ്ടായിരുന്ന ബോർഡ് ഉപയോഗിച്ചാണ് ഇപ്പോൾ വാതിലാക്കി അത് മറച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ നിലവിൽ അമ്മത്തൊട്ടിൽ എന്നൊരു സംവിധാനം വർഷങ്ങളായി പ്രവർത്തനരഹിതമായി തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. സുജയ, ഓക്കെ, താങ്ക് യു ദീപക് മോഹൻ ഫോർ ദ ക്വിക്ക് അപ്ഡേറ്റ്. നമുക്കൊപ്പം ശേഷി